എന്നാലും എന്റെ ഭാവി വരുന്ന എന്തിനായിരിക്കും ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു? അയ്യേ, അവനെ അമൽസാറിനെ കല്യാണം വല്ലതും വിളിക്കാൻ വന്നതായിരിക്കും. ഈ പെണ്ണിതർ ഇവിടുന്ന് പോയില്ലേ? ഇല്ല, പോയില്ല. ഇനി അവൻ ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വല്ലതും വന്നാണെങ്കിൽ എന്നാ ഞങ്ങളൊരു ജോയിന്റ് ഫാമിലി ഉണ്ടാക്കൂടെ? എന്തോ എടി, അവനെ കണ്ടാ തന്നെ അറിയാം അവനെ ഏതെങ്കിലും പെമ്പിള്ളരുമായിട്ടൊക്കെ ലൈൻ കാണും. പിന്നല്ല. അതിനിപ്പോ എന്താ, എനിക്ക് ട്രൈ ചെയ്തൂടെ? ഞാൻ ട്രൈ ചെയ്യൂടി, എന്റെ ട്രൈ ഞാൻ വീഴുകയും ചെയ്യും. വീണാ മതി. ജാക്സന്റെ ടീം ലീഡർ എന്ന് പറയുന്നത് ക്രിസ്റ്റീന ആയിരിക്കും. വർക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിൽ ചെയ്യാൻ ഞാൻ പറയാം. പിന്നെ ഇവിടെ മൊത്തത്തിലൊന്ന് കണ്ടു അറിഞ്ഞും ഒക്കെ നിന്നതിന് ശേഷം എല്ലാവരുമായിട്ട് കമ്പനി ആയാൽ മതി. അതാണ് തൻ്റെ ഈ കമ്പനിയിലെ ഭാവിക്ക് നല്ലത്. അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ, തൻ്റെ ഒരു നല്ല ജീവിതത്തിന് വേണ്ടി ഞാൻ പറഞ്ഞോന്നുള്ളൂ. ഓക്കെ, ഒന്ന് മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ശ്രദ്ധിച്ചോളാം ഞാൻ. എന്തായാലും ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടേ ഞാൻ ഒരാളെ വിളിക്കാം. പുള്ളിക്കാരെല്ലാവരും പരിചയപ്പെടുത്തുന്നുള്ളൂ. കളിച്ചോണ്ടിരിക്കാതെ ഫോൺ എടുത്ത് കാര്യമൊന്നും ചോദിക്കാൻ നോക്ക്. എന്തിനായിരിക്കും സാർ വിളിക്കണേ? അകത്തോട്ടൊരു പൂക്കി പോയില്ലേ, നിന്റെ മനസ്സറിഞ്ഞ് അങ്ങേരി നിന്നെ അവന് കെട്ടിച്ചു കൊടുക്കാനായിരിക്കും. എടി മൊണ്ണേശ ഫോൺ എടു പെട്ടെന്ന്. നീ എടുക്ക. ഞാൻ എടുക്കാം, സംസാരിക്കടി. എടുക്കല്ലേ? ഓ ഹലോ സർ. ജിൻസി, ഒന്ന് ക്യാബിലോട്ട് വരണേ. ജിൻസി, ഇത് ജിൻസി ഇത് ജാക്സൺ, നമ്മുടെ പുതിയ ന്യൂ ജോയിനിയാണ്. ഏജൻസി. പിന്നെ ജിൻസി, നമ്മുടെ സ്റ്റാഫുകളെല്ലാം കൊണ്ടൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കേ. ജിൻസി, സർ. നമ്മുടെ സ്റ്റാഫുകളെല്ലാവരെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ എന്നിട്ട് ഓഫീസിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. ഓക്കെ സർ. ചെന്നാൽ മതി. സർ, ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്ത് പറ്റി? ഒരു അർജന്റ് കാര്യമുണ്ട്. ശരി സർ, ഞാൻ പോയിട്ട്. കണക്കാക്കണ്ട ഇങ്ങനെ തന്നെ. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. അല്ല, ഇത് മാത്രമേ ഉള്ളൂ ഇങ്ങനെ.